നമ്മുടെ ജീവിതത്തേക്കാൾ സ്നേഹിക്കുന്ന ആ റസൂലുള്ള നമുക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ള വഫാത്തായിട്ടുണ്ടെങ്കിൽ പിന്നീട് മറ്റാരെങ്കിലും ഈ രൂപത്തിൽ അനശ്വരത ഒരാൾക്ക് നൽകപ്പെടുക, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പം ആ മരണത്തിന്റെ വഴികളിലൂടെ ജനിച്ച ഏതൊരാളും ഒരിക്കൽ ഏകാന്തരായിട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പറയാറുള്ളത് പോലെ ജനിച്ചത് മുതൽ മുഴുവൻ ആളുകളും ആ മരണത്തിന്റെ ക്യൂവിലാണ്. ഒരു ഓർഡറും ഇല്ലാത്ത ക്യൂ ആണ്. ഒരുപക്ഷെ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടാകും, അതല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായമുള്ള ഒരാൾ നമ്മുടെ എത്രയോ പിറകിലായിരിക്കും. മുഴുവൻ ആളുകളും അവരുടെ ഊഴം കാത്ത് അവിടെ നിൽക്കുകയാണ്. പ്രസിദ്ധനായിട്ടുള്ളൊരു കവി അദ്ദേഹം, അതായത് നമ്മുടെ ഹൃദയസ്പന്ദനങ്ങൾ അത് ഫ്യൂനറൽ മാർച്ച് ടു ഗ്രേവ്, ആ ഖബർസ്ഥാനിലേക്കുള്ള ഒരു ഫ്യൂനറൽ മാർച്ചായിട്ട് അതിനോട് മനോഹരമായിട്ട് ഉപമിക്കുന്നുണ്ട്, സമാനാണ്. അപ്പം നമ്മൾ മുഴുവൻ ലോകത്തുള്ള സർവ്വ മനുഷ്യരും കടന്നു പോകേണ്ടതായിട്ടുള്ള ഒരു ഡോറ് ലോകത്തിന്റെ ഏതോ ഒരു ഭാഗത്ത്, ഭൂമിയുടെ ഏതോ ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. നമ്മൾ മുഴുവൻ ആ ഡോറിലൂടെ നമ്മൾ കടന്നു പോകും. ദുനിയാവാകുന്ന ബ്രിഡ്ജിലൂടെ ആ ഡോർ ലക്ഷ്യമാക്കി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനിച്ചത് മുഴുവൻ. ഒരു പക്ഷേ ആ ഡോറിലേക്ക് എത്താൻ ഇനി ഏതാനും സ്റ്റെപ്പുകൾ മാത്രമായിരിക്കും മുന്നിലുണ്ടായിരിക്കുക. ആ ഡോറ് നമ്മൾ കടക്കുന്നതോടുകൂടെ നമ്മൾ ദൃശ്യലോകത്ത് നിന്നും അദൃശ്യ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതുവരെ നമ്മൾ കാണാൻ കഴിയാത്ത ഒരു ലോകമാണ് നമ്മൾ അത് പിന്നീട് കാണുന്നത്. ആ ഡോർ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിലേക്ക് വരാനുള്ള ആ മരണമാണ്. ആ ഡോറിന് നമ്മൾ അപ്പുറം കടക്കുന്നതോടുകൂടെ അദൃശ്യ ലോകത്ത് നമ്മൾ ഇത്രയും കാണാത്ത പല കാഴ്ചകളും, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖാഫിന്റെ 22-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നീ ഇത്രയും കാലം പരിഹസിച്ചിരുന്ന അല്ലെങ്കിൽ സംശയിച്ചിരുന്ന ആ പലതും, പല യാഥാർത്ഥ്യങ്ങളും ആ സമയത്ത് നിന്റെ മുമ്പിൽ വരും. ഫബസറുക്കൽ യൗമ ഹദീദ്, നിന്റെ കണ്ണിന്റെ മൂടി ഞാൻ നീക്കും, അതോടുകൂടെ ആ ദൃഷ്ടി അത് ഇരുമ്പിനേക്കാൾ മൂർച്ചയുള്ളതായിട്ട് മാറാണ്. പുതിയ കാഴ്ചകൾ, അതായത് മലക്കുകളുടെ ലോകം, അതെല്ലാം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്നുള്ളതാണ്. അത് നമ്മൾ എവിടെയായിരുന്നാലും അത് നമ്മളെ തേടിയെത്തും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാഇന്റെ 79-ാമത്തെ ആയത്തിൽ ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, അല്ലാഹു സുബ്ഹാനഹു, നിങ്ങൾ എവിടെയായിരുന്നാലും ആ മരണം നിങ്ങളെ വന്ന് പിടികൂടും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ എത്ര വലിയ ശക്തമായിട്ടുള്ള കോട്ടക്കുള്ളിലാണെങ്കിലും ആ കണക്കാക്കിയ സമയം, ആ കൃത്യസമയത്ത് എന്തെങ്കിലും ഒരു കാരണത്താൽ ആ മരണം നിങ്ങളിലേക്ക് കടന്നു വരുന്നുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അതൊരു പക്ഷേ ഒരു ആക്സിഡന്റ് ആയിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗമായിരിക്കും, ഏതെങ്കിലും രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണം നമ്മളിലേക്ക് കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല മരണം വരിക്കാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാത്തിം, അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ പെട്ടെന്നുള്ള മരണം വലിയ പരീക്ഷണമാണ്. റസൂലുള്ളാഹിന്റെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന സുന്നത്തിൽ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ പിറകിലത് കാണിക്കുന്നുണ്ട്, അത് കഴിയെങ്കിൽ അത് മനപ്പാടാക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹബ്ബുലി ആഫിയതിക വ ഫുജാഅതി നിഖ്മതിക. പ്രത്യേകമായിട്ട് ആ പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ